നമ്മൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ പോവാന്നുള്ളൊരു തീരുമാനം എടുത്ത് പോണ യാത്രകൾക്ക് ഒരു ഭംഗി കൂടുതൽ തന്നെയല്ലേ. അത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് കൂടി ആകുമ്പോഴോ പറയും വേണ്ടല്ലേ. ദേ അങ്ങനെ ഞാൻ പെട്ടെന്ന് പോകാൻ തീരുമാനം എടുത്തിട്ട് ദേ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ യാത്ര എങ്ങോട്ടേക്കാണെന്നറിയോ? വേറെ എങ്ങോട്ടല്ല കേട്ടോ, ഗുരുവായൂരിക്കാണ്. ഈ യാത്രയുടെ പിന്നിൽ വേറൊരു സന്തോഷം കൂടി എന്തെന്ന് വെച്ചാൽ ഈ യാത്രയിൽ ഞാനും എൻ്റെ മക്കളും മാത്രമാണ് പോകുന്നത്. ഇത്രയും ദൂരമായിട്ട് കാറിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ് കേട്ടോ പോണത്. എല്ലാന്നുണ്ടെങ്കിൽ ഗുരുവായൂരിക്ക് എപ്പോഴും പോകുമ്പോൾ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോവാറ്. പിന്നെ ദേ അപ്പച്ചനും എല്ലാവരും അമ്പാടീനും ഉമ്മയൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ച് വിടുന്നുണ്ട്. കാരണം അവൻ്റെ പിറന്നാളാണ് കേട്ടോ. രോഹിണി നക്ഷത്രത്തിലെ ഒരു വ്യാഴാഴ്ച ദിവസം തന്നെയായിരുന്നു അവൻ്റെ ജനനം. അമ്പാടി എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുക. ഒരു കണ്ണൻ്റെ ഭക്തിയായി എനിക്ക് ഇതിൽ കൂടുതൽ സന്തോഷം വേറെ എന്താ വേണ്ടതല്ലേ. അങ്ങനെ ദേ അവൻ്റെ എല്ലാ പിറന്നാളിലും ഗുരുവായൂരായിരിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നേ. ആദ്യത്തെ പിറന്നാളിൽ ഞങ്ങളെല്ലാ അമ്മമാരും ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു കൂടിയത്. അന്ന് 3 ദിവസത്തോളം അവിടെ നിന്നു കേട്ടോ ഗുരുവായൂർ. ഇത്തവണ എനിക്കിങ്ങനെ അച്ഛനും അമ്മയ്ക്കൊന്നും വരാൻ പറ്റൂല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂ. അപ്പം ഞാൻ കരുതി ഭഗവാനെ ഇത്തവണ അവിടെ എത്താൻ പറ്റൂലല്ലോ. പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്നാലും അച്ഛനമ്മയില്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ മക്കളായിട്ട് പോയാൽ എന്താന്ന് പെട്ടെന്നൊരു തോന്നൽ. ഏട്ടന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയല്ലേ, ഒന്ന് കരയുമ്പോഴൊന്ന് മാറി എടുക്കാനോ ആരുമില്ലല്ലോ, നീ ഒറ്റയ്ക്കല്ലേ വണ്ടി ഓടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ. നമ്മൾ ഒന്നും പേടിക്കേണ്ട ഏട്ടാ, കണ്ണം കാത്തോളും. ആ ധൈര്യത്തിൽ ഏട്ടനും ഞങ്ങളെ വിട്ടു. അങ്ങനെ ദേ സുഖസുന്ദരമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല. അമ്പാടി കുറച്ച് കളിച്ച് വഴിയിൽ നിന്ന് പിന്നെ വേഗം ഉറങ്ങി കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ കാർ ഇതേ പാർക്കിങ്ങിലൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലഗേജൊക്കെ പിന്നെ എടുത്ത് റൂമൊക്കെ സെറ്റാക്കിയതിന് ശേഷം ലഗേജൊക്കെ കൊണ്ടുവരാമെന്ന് കരുതി ഞങ്ങളിതേ കണ്ണനെ കാണാനുള്ള ഓട്ടത്തിലാണ് കേട്ടോ. അങ്ങനെ ഇതേ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം. പിന്നെ ഇതേ അമ്പാടീനെയും തനുവിനെയും തീർത്ഥക്കുളത്തിൽ പോയിട്ട് കയ്യും കാലൊക്കെ ഒന്ന് നനച്ചു കൊടുത്തുട്ടോ. മീനിനെയൊക്കെ കണ്ട് കളിക്കുന്നു. അവർക്ക് അതും വലിയ ഇഷ്ടം. സത്യം പറയാലും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങൾ വന്ന അന്ന് തന്നെ വലിയ തിരക്ക്. അപ്പം ചോദിച്ചു ഈശ്വര അന്ന് വൈകുന്നേരം തൊഴാൻ പറ്റുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ലഗേജൊക്കെ റൂമിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഇവനെ റൂമിൽ എത്തിക്കാനായിരുന്നു ഏറ്റവും പണി. ഇവൻ എന്താ പറയുക, അമ്പാടിക്കണ്ണൻ്റെ വികൃതികളൊക്കെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൈ പിടിച്ച് നടക്കാനും പറ്റൂല, നമ്മൾ എടുക്കാനും പറ്റില്ല. അവൻ തന്നെ നടക്കണം, അവൻ്റെ സാധനങ്ങളും അവൻ തന്നെ എടുക്കണം. കണ്ടോ, ഈ ബാഗ് അവൻ്റെയാണ് കേട്ടോ. അവൻ്റെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ അത് ഒറ്റയ്ക്ക് വലിച്ചഴിച്ച് നടക്കുകയാണ്. പിന്നെ അത് എടുക്കാനോ നമ്മൾ പിടിക്കാനോ എന്നാൽ വാശിയും കുറുമ്പും കൂടെ. അതുകൊണ്ട് ഞാൻ തനുവിനോട് പറയാം വേണ്ട എടുക്കണ്ടെന്ന്. ഇവൻ്റെ ഓരോ കുസൃതി കണ്ട് ഓരോരുത്തരും നോക്കി ചിരിക്കുക ചെയ്യാം. അങ്ങനെ ഇത് ഞങ്ങൾ റൂമിലെത്തി മേലെഴുകി ഫ്രഷായിട്ട് ഉണ്ണിക്കണ്ണനെ കാണാൻ പോയിട്ടോ. ഞാൻ വിചാരിച്ചില്ല വൈകിട്ട് എനിക്ക് തൊഴാൻ പറ്റുമെന്ന്. ഭാഗ്യത്തിന് അമ്പാടീൻ്റെ കരച്ചിലും ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങി. പിന്നെ ഒരു സെക്യൂരിറ്റി ചേട്ടനോട് ഞാൻ പറഞ്ഞു കുട്ടി ഉറങ്ങുകയാണ്, ഉണർന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാക്കും ആളെന്ന്. അപ്പം ഞങ്ങളെ വേഗം നെയ്വിളക്കിൻ്റെ വേറൊരു ലൈനിൽ കൂടിയൊക്കെ വിട്ടുട്ടോ. ചിലരങ്ങനെ ചോദിച്ച സമയത്ത് എന്താണെന്നൊന്നും അറിയില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ പക്ഷേ ദൈവം സഹായിച്ച് എല്ലാവർക്കും നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് രാത്രി 11-12 ഇത് ഇവിടെ കണ്ട അമ്മമാർ കുറേ വീഡിയോ എടുക്കാൻ പറ്റായിട്ട് കേട്ടോ. ഇവൻ്റെ ഓരോ കുറുമ്പ് കണ്ടിട്ട് ഓരോരുത്തരും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ചിലവരെ പോയിട്ട് അടിക്കുക, തോണ്ടി വിളിക്കുക, ടാറ്റ കൊടുക്കുക, ഉമ്മ കൊടുക്കുക, ഇങ്ങനെ ഓരോ കുസൃതിയായിരുന്നു. അവൻ്റെ ദിവസമല്ലേ ഇന്നല്ലേ, അവൻ എൻജോയ് ചെയ്യട്ടെ. കൂടാതെ ഒരു കഥയും കൂടി പറയാനുണ്ട് കേട്ടോ. ഞങ്ങളിതേ വരിയിൽ ഇങ്ങനെ നിൽക്കുക, അമ്പാടി ഉറങ്ങുക. അപ്പം ഞാൻ അങ്ങനെ നാമം ചെല്ലിരിക്കുക. അപ്പം തന്നോട്ട് അങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. അച്ഛന്ന് ഏത് അലങ്കാരവർണ്ണനായിരിക്കും, കണ്ണൻ്റെ ഏത് രൂപം, പറ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞാൽ ഞാൻ നാമം ചെല്ലിന് ശല്യം ചെല്ലുന്നാലും പറയുമ്പോൾ എനിക്കൊന്നും അങ്ങനെ തോന്നണില്ല. അവങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാനിപ്പോൾ എന്താ പറയാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ണന് കൊടുക്കാൻ വേണ്ടി ഒരു പട്ട് കോണകം മേടിച്ചിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ അതുണ്ട്. നമ്മളെന്തെങ്കിലും സമർപ്പിക്കുമല്ലോ ഭഗവാന്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് കോണ കൊടുത്ത കണ്ണനായിരിക്കുന്നു. ദേ അവിടെ എത്തി തൊഴുതപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി. കണ്ണതേ പട്ടുകോണൊക്കെ കൊടുത്ത് നിൽക്കണ ഒരു കണ്ണനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ തനുട്ടനും എന്നെ നോക്കി അമ്മ ഈ പറഞ്ഞത് തന്നെ അതെനിക്ക് വലിയ സന്തോഷമായി കേട്ടോ. നമ്മളറിയാതെ മനസ്സിനാവുന്ന അങ്ങനെ തോന്നിച്ചല്ലോ അത്. പിന്നെ ദേ ഒരു കടയിൽ കയറിയപ്പോൾ ഒരു കണ്ണനെ കണ്ടോ. എൻ്റെ മനസ്സ് വല്ലാതെ ഉടക്കിപ്പോയിട്ടോ ഈ കണ്ണൻ്റെ ചൈതന്യത്തിൽ. എല്ലാ കണ്ണനിലും ചൈതന്യം ഉണ്ടല്ലേ, എന്നാലും ചിലതിൽ എവിടേക്കോ നമ്മുടെ മനസ്സൊന്നും ഉടക്കൂല്ലേ. അത് വാങ്ങണം, സ്വന്തമാക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നേ. പൈസ അങ്ങോട്ട് ഒക്കാത്ത കാരണം ഞാൻ 2-3 കടകളിലും കൂടി കയറി ഇങ്ങനെ അന്വേഷിച്ചിട്ടോ. പക്ഷെ എവിടെയൊക്കെ പോയിട്ട് എനിക്ക് ഈ കണ്ണനെ കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് വന്ന് ഒന്നും കൂടി ഏട്ടനോട് പറഞ്ഞപ്പോൾ ആ ഏട്ടന് പാവം തോന്നിയിട്ട് കുറച്ചൊക്കെ വിലയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ കണ്ണനെ സ്വന്താക്കി. പിന്നെ ഇതേ നേരെ
കണ്ണൻ്റെ അടുത്തേക്ക് പോയി ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഞങ്ങളിതേ റൂമിലേക്ക് പോകാൻ നേരത്താണ് ഓർത്തത്, അയ്യോ വിശക്കുന്നല്ലോ ഒന്ന്, സമയം എത്രയായിട്ടും ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. ഇവിടെ കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ വിശപ്പൊന്നും അറിഞ്ഞതേ ഇല്ല. ഇനി ഇതേ ഹോട്ടൽ തേടി അധികം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പപ്പേൻ്റെ കൂടെ വരുമ്പോൾ ഞങ്ങൾ സ്ഥിരം പോകാറുള്ള ഞങ്ങൾക്ക് അറിയാവുന്ന 3-4 ഹോട്ടലുകളുണ്ട് കേട്ടോ. അപ്പം താനുട്ടൻ തന്നെ ഇവിടെ പോയാൽ മതി എന്ന് പറഞ്ഞത് അവിടെയും കയറ്റി അവന് ഇഷ്ടപ്പെട്ട തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്, പൊറാട്ടയും ഗോപി മഞ്ചൂരി. അങ്ങനെ അതൊക്കെ കഴിച്ച് വിശപ്പടക്കി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടിയെ കണ്ടത്. ഇവരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ, നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ ഒരു ഹായ് ഒക്കെ പറഞ്ഞു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങിയിട്ട് കാലത്ത് കണ്ണനെ കാണാൻ പോകുമ്പോൾ കണ്ണന് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ. പിന്നെ രാവിലെ പെട്ടെന്ന് എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊഴാൻ പോയപ്പോൾ ഭയങ്കര വരിയാണ് കേട്ടോ. വാവേനായിട്ട് നിൽക്കുന്ന അത്ര പോസിബിൾ അല്ലാന്ന് എനിക്കറിയാം. ഏട്ടൻ ആദ്യം പറഞ്ഞിരുന്നു നല്ല വരിയൊക്കെ ആണെങ്കിൽ നെയ്വിളക്ക് എടുക്കണം, കുട്ടീനായിട്ട് അവിടെ നിന്ന് റിസ്ക് എടുക്കരുത്, അവൻ കരയും സമ്മതിക്കില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെയ്വിളക്കിൻ്റെ വരിയൊക്കെ എടുത്തിട്ടോ. അങ്ങനെ എത്തലും ഞങ്ങൾക്ക് വേഗം തൊഴുത് ഇറങ്ങാനും പറ്റി. അമ്പാടി ബുദ്ധിമുട്ടൊന്നും കരച്ചിലൊന്നും ഉണ്ടായില്ല കേട്ടോ. തൊഴുത് ഇറങ്ങി അപ്പം തന്നെ 10:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ ചായ ഒന്നും കുടിക്കാതെ പോയത്. പ്രസാദം കഴിക്കാൻ പറ്റിയിട്ടോ. ഉച്ചക്കത്തെ ഭക്ഷണം പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രസാദമൊക്കെ കഴിച്ചു. പിന്നെ പാൽപ്പായസമൊക്കെ വാങ്ങി റൂമിലൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ കണ്ണനോട് ബൈ ബൈ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ വരുമ്പോൾ ആലോചിക്കും, എന്താ ഈ ഗുരുവായൂർ ഇത്ര തിരക്ക് എന്ന്. ചിലപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, കണ്ണാ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അതിനുള്ള ഉത്തരം ശരിക്കും എനിക്ക് മുന്നിൽ കാണാറുണ്ട്. ഞാൻ മാത്രമല്ലല്ലേ, ഒരുപാട് ആളുകൾ കണ്ണനെ സ്നേഹിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്തുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് എത്തുന്ന എത്രയോ പേരുണ്ട്. അതൊക്കെ കണ്ണനെ അത്രയും സ്നേഹിക്കുന്നുണ്ടല്ലേ എത്രയോ മണിക്കൂറുകൾ വരി നിന്ന് നാമം ചെല്ലുന്ന കണ്ണൻ്റെ മുന്നിലെത്തുമ്പോൾ പൊട്ടിക്കരയുന്നവരെ കണ്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ.